ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 3:20 നൈറ്റി ബിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ചാണ്. ഷോൾഡർ ഞാനിവിടെ 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. ആ ഷോൾഡർ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ഒരു 6.5 ഇഞ്ച് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതൊരു ബോക്സ് പോലെ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു കോർണറിൽ നിന്ന് നമുക്കൊരു 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇനി നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. ചെസ്റ്റിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 9 വരും. പ്ലസ് 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൂട്ടുന്നുണ്ട്. അപ്പോൾ 11.5 മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബോഡിയുടെ ഷേപ്പ് വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഷോൾഡറിൽ നിന്ന് ഒരു 14 ഇഞ്ച് താഴെയാണ്. ആ ഭാഗത്ത് ഒരു 10 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ 49 ഇഞ്ചാണ്. മുകളിലത്തെ പാർട്ടിന് ഞാനൊരു 40 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്ക് 9 ഇഞ്ച് ഫ്രില്ലും വരും. അങ്ങനെയാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വരച്ച ലൈനുകളെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വീണ്ടും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ. തയ്യൽ തുമ്പും കൂടെ 1.5 ഇഞ്ച് എല്ലായിടത്തും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസായിട്ടാണ് ഇത് വരുന്നത്. മുകളിലത്തെ ഒരു പാർട്ടും താഴെ ഫ്രില്ലും. ബാക്കിയുള്ള ഭാഗത്തു നിന്ന് നമുക്ക് ഫ്രില്ലിനായിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും തുണിയാണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 10 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് 9 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 10 ഇഞ്ച് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് 2ആയിട്ട് മടക്കി വെച്ച് നോക്കുകയാണ്. കറക്റ്റ് 10 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യാനുള്ളത് ഉള്ളു തുണി. അപ്പോൾ വേറെ ഒട്ടും തുണി നമുക്ക് ബാക്കിയില്ല. സ്ലീവിന് നമുക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു പീസ് ഞാൻ കറക്റ്റ് 2ആയിട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മൊത്തം ഫ്രില്ലിടാനായിട്ട് നമുക്ക് 4 പീസ് തുണിയാണ് കിട്ടുന്നത്. ഈ 4 പീസും കൂടെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഫുള്ളായിട്ട് ഫ്രില്ലിട്ടെടുക്കാൻ. അപ്പോൾ സ്ലീവിന് കുറച്ച് തുണി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ തുണിയുടെ കൂടെ നമുക്ക് താഴേക്ക് ഒരു എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഹിപ്പിൻ്റെ ആ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു പീസ് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു 9.5 ഇഞ്ച് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആം ഹോൾ റൗണ്ട് വരുന്നത് 9.5 അപ്പോൾ ഞാനൊരു 9.5 താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് മുകളിലത്തെ പോയിൻറ്റിലേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. നമുക്ക് സ്ലീവൊക്കെ വരയ്ക്കില്ല, അതുപോലെ വരച്ചെടുക്കുക. ഇനി നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്യണം. 6.5 ഇഞ്ച് പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴെ 3.5 വരച്ച ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിൽ നിന്ന് കറക്റ്റ് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. സ്ലീവിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യണതിന് മുമ്പ് നമ്മുടെ ചുരിദാറല്ല, നൈറ്റി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആം ഹോള്, അതൊന്ന് വെച്ച് നോക്കുക. ഈ രീതിയിൽ ഒരു 1/2 ഇഞ്ച് കയറ്റി വയ്ക്കുക. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് മുകളിൽ പോകുമല്ലോ, കയറ്റി വെച്ചിട്ട് കറക്റ്റായിട്ട് പിടിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പീസ് താഴേക്ക് പിടിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഒരു സ്ലീവാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മറ്റേ സ്ലീവും കൂടെ ഇതേ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2.5 ഇഞ്ചാണല്ലോ വിഡ്ത്ത് വരുന്നത്. 2.5 ഇഞ്ച് വിഡ്ത്തും താഴേക്ക് 6.5 ഇഞ്ച് ലെങ്ത്ത് ഞാനൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം. ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വി നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു വി പോലെ, കറക്റ്റ് വി പോലെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് കുടുങ്ങി പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് കറക്റ്റ് നമ്മൾ ആദ്യം ഒന്ന് വി പോലെ വരയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വെളിയിലേക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കൃത്യമായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയാണെങ്കിൽ കഴുത്ത് ഇങ്ങനെ
ഇടുങ്ങിയിരിക്കാതെ നല്ല വിടർന്നിരിക്കും. അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആ ഒരു പീസ് കളയാതെ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് വേറൊരു പീസ് അതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ട് അടിച്ച് മറിച്ച് ഉള്ളിലേക്ക് ഇടാനായിട്ട്. ഇപ്പോൾ കണ്ടോ, കഴുത്ത് നല്ല അത്യാവശ്യം വിഡ്ത്തിൽ വന്നിട്ടുണ്ട്. ഇനി ബാക്ക് കഴുത്തും അതുപോലെ തന്നെ 2.5 ഇഞ്ച് വിഡ്ത്ത്, അതുപോലെ തന്നെ 4.5 ഇഞ്ച് ലെങ്ത്തും എടുത്തതിന് ശേഷം ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക. അത് ബാക്ക് നെക്കിൽ ഞാൻ റൗണ്ട് നെക്കാണ് കേട്ടോ വയ്ക്കുന്നത്, സാധാ റൗണ്ട് നെക്ക്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആ പീസും കളയാതെ വയ്ക്കുക. അതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് കഴുത്തേലേക്ക് നമ്മൾ വെച്ച് പിടിപ്പിക്കുമല്ലോ, നല്ല വശത്ത് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചിടുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ കട്ടിങ്ങും നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രോക്ക് നൈറ്റിയാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. സ്റ്റിച്ചിങ്ങിന് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഫ്രില്ലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് 4 പീസ് വരുന്നുണ്ടല്ലോ, ആ 4 പീസും കൂടെ ഞാനൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ 4 പീസ് ഫുള്ളായിട്ടും വേണമെന്നില്ല. നമ്മൾ അധികം ഒരുപാട് പ്ലീറ്റ്സ് അങ്ങ് ഇടുന്നില്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വലിയ വലിയ പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അധികം തുണി വേണ്ട. എന്നാലും ഒരു 3 പീസ് 3.5 പീസെങ്കിലും വേണ്ടി വരും. ബാക്കിയും കൊണ്ട് നമുക്ക് വള്ളിയോ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എങ്കിലും ഞാനിത് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് 4 പീസും. അതിന് ശേഷം നമുക്കതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, നമ്മൾ 1 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് കൊടുത്തേക്കണം. അപ്പോൾ താഴെ ഒരു 4 ഇഞ്ച് വെച്ചിട്ട് രണ്ടായിട്ട് മടക്കുക. ആദ്യം ഒന്ന് 4 ഇഞ്ച് മടക്കുക, വീണ്ടും ഒന്നോടെ മടക്കുക. അതിന് ശേഷം ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തേക്കണത് അതനുസരിച്ച് വേണം മടക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ലെങ്ത്ത് കുറഞ്ഞു പോവും. ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു 48 ഇഞ്ച് 49 ഇഞ്ച് ലെങ്ത്ത് വരും. അപ്പം നല്ല ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ലെങ്ത്തിൽ വേണമെങ്കിൽ 3.20-ൻ്റെ നൈറ്റി ബിറ്റ് തന്നെ മേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു 4 ഇഞ്ചിൽ അരികൊന്ന് മടക്കി അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് തുണി കൂടുതലുണ്ടെങ്കിൽ 1/2 ഇഞ്ചിലൊക്കെ മടക്കി അടിക്കാം കേട്ടോ. ഇപ്പോൾ തുണി കുറവായത് കാരണമാണ്, നൈറ്റിയുടെ തുണിക്ക് വിഡ്ത്ത് കുറവായത് കാരണം നമുക്ക് അധികം തുണിയൊന്നും കാണത്തില്ല. ഇനി ഞാൻ ഒരു സൈഡ് നമ്മൾ മടക്കി അടിച്ചല്ലോ, മറ്റേ സൈഡ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിയ പ്ലീറ്റ്സാണ് ഇടുന്നത്. ഫുള്ളായിട്ട് അങ്ങനെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഴുത്ത് ഒന്ന് ഫിനിഷ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റിൽ വീനെക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലായിരുന്നു. ആ പീസ് വെച്ചിട്ട് വേറൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അരികൊന്ന് മടക്കി അടിക്കണം. എന്നിട്ട് നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്ത് വെച്ച് അടിച്ചതിന് ശേഷം ചീത്ത വശത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നല്ല വശത്ത് വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പതിച്ചടിക്കാം. ഫുള്ളായിട്ട് നമുക്കതൊന്ന് പതിച്ചടിച്ചെടുക്കാം കേട്ടോ, എന്നാലാണ് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഞാൻ ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലർ ഇങ്ങനെ മുകളിലേക്കൂടെ പതിച്ചടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പതിച്ചടിക്കുമ്പോൾ അതിനൊരു ഫിനിഷിങ് വന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ബാക്ക് നെക്കും ഞാൻ അതുപോലെ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡ് ഒന്ന് മടക്കി അടിക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ചിലൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് സ്ലീവ് നമ്മുടെ നൈറ്റിയിലേക്ക് വെച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡിലേക്ക് അടിക്കുക. ഇനി ബോഡി ഒന്ന് ഷേപ്പ് ചെയ്യുക എന്നുള്ള പണി മാത്രമേ നമുക്കുള്ളൂ. 2 സൈഡും ബോഡി ഷേപ്പ് ചെയ്തതിന് ശേഷം വേണം താഴെ ഫ്രില്ല് വെച്ച് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രില്ല് ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം ഞാനിതിൻ്റെ സൈഡിൽ 2 വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഓരോ സൈഡിൽ നിന്നും ഓരോ വള്ളിയല്ലേ കൊടുക്കുള്ളൂ. ഞാനിതിപ്പോൾ ബാക്കിൽ നിന്നൊരു വള്ളി ഫ്രണ്ടിൽ നിന്നൊരു വള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ വന്ന് കെട്ടാൻ പാകത്തിനുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വള്ളി പിടിപ്പിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ടക്ക് ഇടുമല്ലോ സാധാരണ ചുരിദാറിനൊക്കെ, അതുപോലെ ടക്ക് ഇടുന്നതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തേക്കുവാണ്. ഈ സൈസ് തുണി ആയതുകൊണ്ട് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ ഒരു സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ സൈഡ് ജോയിൻ ചെയ്തതിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ച് മാറ്റി ഒരു ടക്കിട്ടു, അതിൻ്റെ ഉള്ളിൽ ഈ വള്ളി പിടിപ്പിച്ചു. ബാക്കിലും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.